ഉപ്പുമാങ്ങ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എല്ലാ വീട്ടിലും മിക്കവാറും ഇതുപോലെ കഷ്ണങ്ങളാക്കി ഉപ്പിലിട്ട മാങ്ങ ഉണ്ടാവും. അല്ലെങ്കിൽ കണ്ണിമാങ്ങ ഉണ്ടാകും. കണ്ണിമാങ്ങ ഉപ്പിലിട്ടതുണ്ടാകും. അങ്ങനെ മാങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു മൺചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂൺ ഉപ്പുമാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ഈ മാങ്ങ കഷ്ണങ്ങളിലെ തൊലിയെല്ലാം നീക്കം ചെയ്ത ശേഷം കൈകൊണ്ട് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞെടുക്കണം. കണ്ണിമാങ്ങയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തൊലി നീക്കിയ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം. ഇനി ഇതിലേക്ക് ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ കപ്പ് തേങ്ങ ചിരകിയത് മിക്സർ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 5, 6 കാന്താരി മുളക് കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. കാന്താരി മുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇവിടെ മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർക്കുകയാണേ. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അധികം ഇട്ട് തിളപ്പിക്കാൻ പാടില്ല. ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം, ഉണക്കമുളക് ചേർക്കാം. എന്നിട്ട് അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണിത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഞാൻ എത്തും. അതുവരെ ബൈ ബൈ.